ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് എൻ്റെ ഒരു ഡേ റുട്ടീനോ ഡേ ഇൻ മൈ ലൈഫോ ഒന്നുമല്ല. ഇന്നുൻ്റെ ഇതിൽ ഉള്ളൊരു ഫുൾ ഡേ റുട്ടീനും പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് പാരൻറ്റിങ് ടിപ്സ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനത്തെ പാരൻ്റ് ആയിരിക്കണം, ഞാൻ പെർഫെക്റ്റ് ആണെന്നൊന്നുമല്ല, എന്നാലും ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാട്ടോ. ഇന്ന് ഞാനൊരു ഫുൾ ഡേ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പം എന്തായാലും ഇന്നുൻ്റെ ഡേ ആയതുകൊണ്ട് ഇന്ന് ഇവരെ ലഞ്ച് ബോക്സിൽ, ലഞ്ചല്ല ബ്രേക്ക്ഫാസ്റ്റ് ബോക്സിൽ അത് പാക്ക് ചെയ്യുന്നതും കൂടി കാണിക്കാട്ടാ. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ഞാനും നാളെ എന്നാ കൊടുക്കാന്നുള്ള ടെൻഷൻ തന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടാവില്ലേ. അഥവാ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ രാവിലെ എണീച്ചാൽ തല മൊത്തം ബ്ലാങ്ക് ആയിരിക്കും, പഠിച്ചോന് എന്നാ കൊടുക്കാമെന്ന്. പക്ഷേങ്കിൽ ഞാൻ തലേ ദിവസം ഇല്ലേ, ഇന്നിൻ്റെ തലേ ദിവസം പിന്നെ ഞാനിങ്ങനെ റീല് നോക്കുമ്പോൾ ഒരു റീല് കണ്ട് ഇങ്ങനെ ബണ്ണിൻ്റെ സെൻറ്ററിൽ കുറച്ച് ക്രീമും ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ടൊരു സംഭവമാക്കുന്നത്. ഞാൻ വിചാരിച്ചു അതെന്തായാലും ഇവർക്ക് ഇഷ്ടമാവും, അങ്ങനെ ആക്കി കൊടുക്കാമെന്ന്. ക്രീമിനായിട്ട് ഞാനില്ലേ 2 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങ് ബീറ്റ് ചെയ്താൽ മതി. എന്നാൽ നല്ല ടേസ്റ്റുള്ളൊരു ക്രീമായിട്ട് കിട്ടും കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നല്ലോണം ബീറ്റ് ചെയ്താലില്ലേ നല്ല ക്രീം പോലെ ആയിട്ട് വരും. ഇതെന്താ ബട്ടറിൻ്റെയും കളറ് നല്ല മാറ്റില്ലേ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചാട്ടായിട്ടാണ്. ഏകദേശം മധുരം ഇങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട്, ഓവർ മധുരം വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേങ്കിൽ ഈ ബണ്ണിൽ ഇത് തേക്കുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ. ഞാൻ തലേദിവസം തന്നെ ഞാൻ ബണ്ണ് പൊതുവെ ഫ്രിഡ്ജിൽ വെക്കല്. ഞാൻ ഈ സമൂനാണ് കേട്ടോ എടുത്തത്. ഈ സമൂൻ ബണ്ണെടുത്തത്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ബ്രെഡായാലും എടുക്കാം കേട്ടോ. ഞാൻ ബണ്ണും ബട്ടറും തലേദിവസം രാത്രിക്ക് എടുത്ത് പുറത്ത് വെച്ചാൽ എന്നാലേ നല്ല സോഫ്റ്റായിട്ട് വരും. നല്ല ഹാർഡായിട്ടുള്ള ബണ്ണാണെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ നല്ല സോഫ്റ്റ് ആവട്ടെ, ആവിയേറ്റി എടുത്താൽ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ ഞാൻ സ്ട്രോബെറി എടുത്തത്. ഈ ക്രീമില്ലേ നമ്മളെ നാട്ടിൽ ഈ നീളത്തിലുള്ള ബണ്ണിൻ്റെ ഉള്ളിൽ ക്രീം തേച്ചിട്ട് ക്രീം ബണ്ണ് കിട്ടൂലേ, അതേ ടേസ്റ്റാണ് കേട്ടോ. അതിങ്ങനെ ആക്കുന്നത് തന്നെയായിരിക്കും ചിലപ്പോൾ സെയിം ടേസ്റ്റാണ്. പക്ഷേ അതിലാണെങ്കിൽ കുറച്ചല്ലേ ക്രീം ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ ക്രീം ബണ്ണ്. ഈ നീളത്തിലുള്ള നാട്ടിൽ നിന്ന് കിട്ടുന്ന ബേക്കറിയിൽ നിന്ന് ഒരു 5 പീസെല്ലായിട്ട് അങ്ങനെ കിട്ടൂലേ, അത് തന്നെ സെയിം തന്നെ. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ക്രീമും തേക്കാമല്ലോ. ഞാൻ സെൻറ്ററിൽ സ്ട്രോബെറി വെച്ച് കൊടുത്തിന്, റോബസ്റ്റ പഴലില്ലേ അതെല്ലാം വെച്ചിട്ട് തിന്നാനും നല്ല രസമായിരിക്കും കേട്ടോ, വട്ടത്തിൽ കട്ടാക്കിയിട്ട്. പിന്നെ ഇതില്ലേ ഇങ്ങനെ ടിഫിനിലേക്കല്ല ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ അടിപൊളിയായിരിക്കും. എന്താ പറയുക, ഞാൻ ബ്രെഡെല്ലാം ബാക്കി വരുമല്ലേ, അങ്ങനെ ബാക്കി വരുമ്പോൾ ഈ ക്രീമാക്കിയിട്ട് ഞാൻ അവർക്ക് കൊടുക്കലുണ്ട് കേട്ടോ. പിന്നെ ഇത് എന്തായാലും ഈ നമ്മൾ ഈ ടിഫിനിലിട്ടിട്ട് കൊടുക്കുമ്പോഴേ ആടെ എത്തുമ്പോഴത്തേക്ക് തുറന്നു വരും. അതുകൊണ്ട് റാപ്പ് ചെയ്തിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. എനിക്കില്ലേ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആടെ എത്തുമ്പോൾ എന്താവും എന്നുള്ള ഇതിൽ ഞാൻ നല്ലോണം സെക്യൂർ ആക്കിയിട്ടെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കൽ. പക്ഷേ ഞാൻ ചില വീഡിയോസ് കാണില്ലേ, നമ്മൾ ഈ ടിഫിൻ ബോക്സ് റെസിപ്പീസിൻ്റെ എല്ലാം വീഡിയോസ് കാണുമ്പോൾ കുറേ കമ്പാർട്ട്മെൻറ്റിലെ ടിഫിൻ ബോക്സ് ഉണ്ടാവില്ലേ, അതിൽ കറിയെല്ലാം ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ എല്ലാം കൊടുക്കുന്നതാണ്, അടപ്പിടാണ്ട്. അല്ലെങ്കിൽ ചെറിയ ചെറിയ സാലഡെല്ലാം അടപ്പിടാണ്ടെല്ലാം ഇങ്ങനെ കുട്ടികൾക്ക് കൊടുത്തേക്കുന്നതാണ്. അന്നേരം ഞാനിങ്ങനെ ചിന്തിക്കും, ഇപ്പം ആടെ എത്തി അവർ ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ എല്ലാം കൂടി മിക്സ് ആയാൽ ഭയങ്കര നമുക്കങ്ങനെ തിന്നാൻ തന്നെ തോന്നൂലല്ലോ. ഞാൻ വിചാരിക്കലുണ്ട് ഇങ്ങനെ ഇതെല്ലാം ആടെ എത്തുമ്പോൾ ആവാന്ന്. എനിക്ക് ആ പേടി നല്ലോണം ഉണ്ട് കേട്ടോ. കാര്യം ഞാൻ സ്കൂളിലെല്ലാം പോകുമ്പോൾ എന്തെങ്കിലും എല്ലാം കൊണ്ടുപോയാലും ഇങ്ങനെ മിക്സ് ആയിട്ടെല്ലാം ഉണ്ടാകുമ്പോൾ എന്നെ എനിക്ക് ഇഷ്ടപ്പെടലില്ല. അന്നേരം ഒന്നും ഇങ്ങനെ വേറെ ഇതുള്ള ടിഫിൻ ബോക്സ് ഒന്നും ഇല്ല കേട്ടോ. എല്ലാം ഒന്നിൽ തന്നെ ഒഴിച്ചിട്ടാകുമ്പോൾ നമ്മൾ മിക്സ് ആയിട്ട് തന്നെ ആകുമ്പോൾ തിന്നാൻ വലിയ രസം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് എല്ലാം വേറെ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടെല്ലാം കൊടുക്കൽ. പിന്നെ ഇല്ലേ ഞാൻ ആദ്യം ഇന്നുവിനെ വിളിക്കും കേട്ടോ. എന്നിട്ടാണ് കിച്ചണിലേക്ക് വന്നിട്ട് അവരെ ഫുഡെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ആലുവിനെ വിളിച്ചിട്ട് എണീപ്പിച്ച് ഫ്രഷാക്കി മാറ്റി കൊടുക്കാനെല്ലാം പോകൽ. ഇന്നും ഞാൻ ഇതെല്ലാം റെഡിയാക്കുമ്പോഴത്തേക്കോൾ തന്നെ ഡ്രസ്സെല്ലാം ചെയ്ത് സെറ്റായി നിന്നിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവരെ 2 വാട്ടർ ബോട്ടിലിൽ വെള്ളം ഫില്ലാക്കൽ അതെല്ലാം ചെയ്യുവോള്. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഒക്കെ ഒരു തക്കാളി ചെടിയുണ്ട്, അതിന് വെള്ളം നനയ്ക്കും. ഇന്നോനില്ലേ ഞാൻ സ്കൂളും എല്ലാമായിട്ട് ഓളിപ്പോൾ കുറച്ച് വലിയ ക്ലാസ്സിലായല്ലോ, 3ാം ക്ലാസ്സിലായല്ലോ. ഈ 3rd സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന വലിയ ക്ലാസ് എന്ന് ഞാൻ പറയാൻ കാര്യം, കിൻഡർ ഗാർഡനെല്ലാം കഴിഞ്ഞ്
1, 2, 3 എത്തുമ്പോൾ തന്നെ അത്യാവശ്യം ഇവർക്ക് നല്ല ലോഡ് ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് വലിയൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ടില്ലേ ഇന്നൂന് രാവിലെ മുതൽ സ്കൂൾ വിട്ട് വന്നാലും പിന്നെ രാത്രി വരെ ഉറങ്ങാൻ കിടക്കുന്നവർ ഒരു ടൈം ടേബിൾ ഉണ്ട്. ഓളെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ് സെറ്റ് ചെയ്ത് തരുന്ന സമയത്ത് ഇന്നത് ചെയ്യണം, ഫസ്റ്റ് മദ്രസ പിന്നെ സ്കൂള് ഞാനെല്ലാം കാണിച്ചു തരട്ടാ. അത് അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവർക്ക് അങ്ങനെ പ്രഷർ ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്തു പോകാൻ നല്ലതാണ് ഒരു ടൈം ടേബിൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിന് എല്ലാ കാര്യങ്ങളും ടൈം ടു ടൈം ഓൾ തന്നെ ചെയ്തോളും. പക്ഷെ അത് നമ്മൾ ചെറുതിലൊന്ന് ട്രെയിനിങ് കൊടുക്കണം, എന്നാൽ വലുതാകുമ്പോൾ അത് ഒറ്റയ്ക്ക് ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കോഫിയെല്ലാം കുടിച്ച് റെഡി ആയിട്ട് പോകല. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര നിർബന്ധിക്കലില്ല രാവിലെ തിന്നാൻ വേണ്ടിയിട്ട്, അവർക്ക് ഇഷ്ടമല്ല. ബാലുവാ ചെയ്യാം. അങ്ങനെ ഒരു 7 മണി കഴിയുമ്പോൾ എല്ലാം അവർ പോവും. പിന്നെ ഞാൻ എൻ്റെ പണികൾ. പക്ഷേ ഇന്ന് ഞാൻ ഇതൊന്നും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. കാര്യം ഇന്നുവിൻ്റെ റുട്ടീനായതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇത് സീൻ ആക്സസറീസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഞങ്ങൾക്ക് അയച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആയിട്ടാണ്. അയച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്തതാണ്. അവരിൽ നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ എന്തായാലും അവരെ പേജ് ഒന്ന് ചെക്ക് ചെയ്തോ. അടിപൊളി കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പല ടൈപ്പ് ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ അവർക്ക് ഇട്ടുകൊടുക്കാൻ പറ്റിയ കുറേ ആക്സസറീസ് ഉണ്ട്. എല്ലാം നല്ല സ്റ്റാൻഡേർഡും ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ ക്ലിപ്പെല്ലാം കണ്ട ഇതെല്ലാം രസമില്ലാത്ത ഡാർക്ക് കളേഴ്സ് ഉണ്ടാവും ചിലത്. പക്ഷേ ഇതെല്ലാം നല്ല നല്ല പേസ്റ്റൽ കളേഴ്സിലെല്ലാം വരുന്ന കുറേ അധികം ഹെയർ ആക്സസറീസ് എല്ലാം ഉണ്ട് അവരിൽ. ചെക്ക് ചെയ്ത് നോക്കിക്കോ. സാധാരണ ഷോപ്പിലൊന്നും കിട്ടാത്ത ടൈപ്പ് യുണീക്ക് കളക്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരെ നമ്പറാണ് ഞാൻ മേലെ കൊടുത്ത. ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ID ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമൻറ്റിലോ ഉണ്ടാവും, നോക്കിയാൽ മതി. അപ്പോൾ ഗേൾസ് ഉള്ളവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോ. ഇവർ ഓർഡർ ചെയ്താൽ മതി, ഇവർ ഡെലിവറി ചെയ്ത് തരും കേട്ടോ. എല്ലായിടത്തേക്കും ഡെലിവറി ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാ. പിന്നെ ഞാനിപ്പോൾ ഇല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാം, എനിക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ടേനു. പിന്നെ പുതിയ പാഴ്സലെല്ലാം അൺബോക്സ് ചെയ്ത് അങ്ങനെയെല്ലാം കുറച്ച് പരിപാടിയാണ് ഞാൻ ചെയ്യുന്നിപ്പോൾ. ഇതിനെല്ലാം ഈ സമയം ഏറ്റവും ബെസ്റ്റ്. കാര്യം ഇവർ സ്കൂളിൽ പോകുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനെല്ലാം. അതിന് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കൽ. പിന്നെ ഇല്ലേ ഈ കുക്ക് വെയർ സെറ്റും ഡിന്നർ സെറ്റെല്ലാം ഇൻഷാല്ലാ നമ്മൾ പുതിയ വീട്ടിലേക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ ട്രെൻഡുകളിൽ നിന്ന് ഷോപ്പ് ചെയ്തതാണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇത് കാണിക്കാട്ടാം. ഇൻഷാല്ലാ എല്ലാം അടിപൊളിയാണ് വന്നതെല്ലാം. ചിലതെല്ലാം എനിക്ക് ഇഷ്ടപ്പെടാത്തെല്ലാം വരലുണ്ട്, അതെല്ലാം ഞാൻ റിട്ടേൺ ആക്കില്ല. വന്നതെല്ലാം അടിപൊളിയാട്ടോ. പക്ഷേ ഇപ്രാവശ്യം വന്ന് അപ്പോൾ അതങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യലാം. അപ്പം ഞാനില്ലേ ഒന്നുകിൽ അവർ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കൂടുതലും എഡിറ്റ് ചെയ്യലും വീഡിയോ ഷൂട്ട് ചെയ്യലും എല്ലാം. കാര്യം വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം അതിനുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാം, നമുക്ക് നല്ല പ്രൈവസി വേണം വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. ആ സമയത്ത് ഇവരെന്തെങ്കിലും വിളിച്ചാലാക്കിയാൽ നമുക്ക് അങ്ങനെ റിപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് അറ്റൻഷൻ കൊടുക്കാനോ പറ്റിയെന്ന് വരില്ല. എന്നിട്ട് അത് അവർക്ക് സങ്കടമാവും. കാര്യം അവരെന്തെങ്കിലും കാര്യമായിട്ട് ചെറിയ കാര്യമായിരിക്കും, പക്ഷേ അവർക്കത് ഭയങ്കര സംഭവമായിരിക്കും, വലിയ കാര്യമായിട്ട് നമ്മളോട് പറയാൻ വരിക. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അന്നേരം അവർക്കും സങ്കടവും നമുക്കും ഒരു വിഷമവും, എന്താ പറയുക, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള. പിന്നെ വേറൊരു മെയിൻ കാര്യം ഈ സ്ക്രീൻ ടൈം. ഫോണ് കാണുന്നത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇങ്ങനെ കണ്ണിന് മോശമാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഞാനത് ചെയ്ത് കാണിച്ചു കൊടുക്കില്ല. ഞാൻ അവരെ മുന്നിൽ നിന്ന് അധികം ഫോൺ യൂസ് ചെയ്യലില്ല. ഇങ്ങനെ അവരില്ലാത്ത സമയത്താണ് എഡിറ്റ് ചെയ്യലെല്ലാം. ഈ എഡിറ്റ് ചെയ്യുന്നതിന് ആണെങ്കിലും ഇല്ലേ അവർ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ അവർ അതിനല്ലേ ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇതാ ഞാനൊരു 2:15 ആകുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തേ. ഓൾ വന്ന് വേഗം കുളിക്കൂട്ടാ വന്നപാട്. കാര്യം ആദ്യമെല്ലാം ആണെങ്കിൽ ചിലപ്പം രാത്രി കുളിക്കലുണ്ടേനു, പക്ഷേ ഇപ്പം തണുപ്പായതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഓൾ ഉച്ചയ്ക്ക് തന്നെ വേഗം കുളിക്കലുണ്ട്. പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ കണ്ണാടിൻ്റെ മുന്നിൽ കുറേ സമയം നിന്നിട്ട്, പക്ഷേ ഇത് ചോറ് തിന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ മോയ്സ്ചറൈസറിൽ ഇടുന്ന. കാര്യം ചോറ് നല്ല ലേറ്റ് ആവുന്നതുകൊണ്ട് ഇതിവർക്ക് കുറേ സമയം വേണം ഇങ്ങനെ മുഖത്തെല്ലാം മോയ്സ്ചറൈസറെല്ലാം ഇടാൻ. പെൺകുട്ടികളല്ലേ, അതുകൊണ്ട് ആ ഒരു സ്വഭാവം ഇപ്പോഴേ തുടങ്ങിയേ. വേറൊന്നും ഇല്ല കേട്ടോ, മോയ്സ്ചറൈസറും ലിപ് ബാമും ഇടും. ഞാനിപ്പോൾ തണുപ്പായ മുതൽ സെബാമിഡ് വന്നിട്ടാണ് യൂസ് ആക്കൽ. ആദ്യം ഹിമാലയനും
ഹിമാലയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പം അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല, വേഗം ഡ്രൈ ആവുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി വാങ്ങി നോക്കിയതാണ്. അങ്ങനെ പിന്നെ മാമാർത്തിൻ്റെ ബോഡി ലോഷനില്ലേ, അതാണ് മോയ്സ്ചറൈസറായിട്ട് ബോഡിയിൽ യൂസ് ആക്കല് കേട്ടോ. സൗദി അറേബ്യയിൽ അത് എനിക്ക് സൗദി അറേബ്യയിൽ പൈസ കിട്ടിയ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ അവിടെ സൂക്ഷിച്ചു വെച്ചു. കുറേ കൺട്രീസിൽ നല്ലല്ലേ സെലക്ട് ചെയ്യ കറൻസി അതാണ് വെച്ചേ. പാകിസ്ഥാനില്ലേ എൻ്റെ അടുത്ത്? പക്ഷെ പാകിസ്ഥാൻ 10 rupees എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലെ 10 rupees പോലെ തന്നെയാ. ഇത് ടോട്ടൽ എത്ര? 20 റിയാല ഫുള്ള്. നമ്മളെടുത്ത 100 പൈസയാ, ചെറിയ എമൗണ്ടാ. അത് ഓരോ കറൻസിന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്. അത് മാറ്റി നമ്മളെടുത്ത് 200 പൈസയാവും. നാട്ടിൽ പോകുമ്പോ നാട്ടില് റുപ്പീസ് ആക്കാം. അപ്പൊ ഇത് എത്ര റുപ്പീസ് ഉണ്ടാവും ടോട്ടല്? നാട്ടിലൊരു 50 റുപ്പീസ് ഉണ്ടാവും. 50 എന്ന് പറഞ്ഞാല് 50 റുപ്പീസ്. 50 റുപ്പീസാ. പിന്നെ ഇല്ലേ, എപ്പോഴും ഉച്ചക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം ദിവസം ഇതുവരെ പണ്ടാരപ്പെട്ടിയാണ് നമ്മൾ. പണ്ടാരല്ല, ഭണ്ടാരപ്പെട്ടിയാണ് നമ്മളെല്ലാം ചെറുതിൽ ചെയ്യുന്ന പോലെ തന്നെ. ഇത് കുഞ്ഞു കുഞ്ഞു പൈസയാണ് കേട്ടോ. നാട്ടിലെ 50 റുപ്യ, 20, 100 അങ്ങനെയെല്ലാം ആയിട്ട് ചെറിയ ചെറിയ പൈസ എമൗണ്ടാണ്. പക്ഷേ അത് അവർക്ക് എടുത്ത വാല്യൂ അങ്ങനെ അറിയില്ല. നാട്ടിലിപ്പോൾ ഇന്ന് സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് രൂപൻ്റെ വാല്യൂ അങ്ങനെ ഒക്കെ കണക്ക് കൂട്ടാനെല്ലാം അറിയാം. അങ്ങനെ നാട്ടിലെ പൈസകൾ ചോദിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ എല്ലാം സാധാരണ ഇങ്ങനെ തുറക്കാൻ പറ്റാത്ത ബോക്സിലല്ലേ പൈസ കളക്ട് ചെയ്തിട്ടുള്ള വെക്കുക. പക്ഷേ ഇവരെ ഇങ്ങനെ തുറക്കുന്നതിലിടും. എല്ലാ ദിവസവും ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ട് നിൽക്കും, കൗണ്ട് ചെയ്യൂട്ടാ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുണ്ടെങ്കിൽ അടിയാവും. അതെല്ലാം തന്നെയാണ് മെയിൻ പരിപാടി. പിന്നെ ചോറെല്ലാം തിന്നിട്ട് അതിൻ്റെ ഇടയിൽ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് ഉറങ്ങിയിട്ട് പിന്നെ വൈകുന്നേരമായിട്ട് എണീക്കുക. ഞാനില്ലേ പിന്നെ ഒരു 5 മണിയെല്ലാം ആകുമ്പോൾ അല്ലെങ്കിൽ 4:30 മണിയെല്ലാം ആകുമ്പോൾ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ, എല്ലാ ദിവസവും ഉണ്ടാക്കലില്ല കേട്ടോ, ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ കിച്ചണിലേക്ക് വരും. പിന്നെ ഇന്നിപ്പോൾ 2 പഴം നല്ലോണം പഴുത്തിട്ട് ഫ്രിഡ്ജിലുണ്ടേനെ. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ തോലിങ്ങനെ കറുത്ത് പോയിന്. പക്ഷെ കെട്ടിട്ടില്ല കേട്ടോ, പക്ഷെ മാക്സിമം പഴുത്തണേ. ഇതിനിപ്പോൾ വാട്ടിയാലൊന്നും തിന്നില്ല. ഇങ്ങനെ വല്ലാണ്ട് ഉടഞ്ഞു പോയ പഴം തിന്നാനും പറ്റില്ലല്ലോ, ഛർദ്ദിക്കാൻ വരുമല്ലോ, ഭയങ്കര പേസ്റ്റ് പോലായിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് പഴത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്ന കട്ട്ലേറ്റില്ലേ, അതാക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ അത് നല്ല ടേസ്റ്റ് അല്ലേ, ഉന്നക്കായ് പോലെയല്ലേ. ഈ പഴം വെച്ചിട്ട് ഉന്നക്കായ് ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല, അതിനാണ് കുറേ വേണ്ടത്. പക്ഷേ ഉന്നക്കായിൻ്റെ ടേസ്റ്റും ഉണ്ടാവും ഈ പഴം കട്ട്ലേറ്റ് ആക്കിയാൽ. ഇതിന് നെയ്യാണ് വേണ്ട ഇത് വാട്ടാൻ. പക്ഷേങ്കിൽ എൻ്റെ നെയ്യ് തീർന്നിട്ടേനുള്ള, അതുകൊണ്ട് ഞാൻ ബട്ടർ എടുത്ത് കുറച്ച് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതായിലിട്ടിട്ട് വാട്ടണം. പിന്നെ ഞാൻ വൈകുന്നേരം ഇല്ലേ, ഓളങ്ങനെ ഇന്നും അങ്ങനെ ഉച്ചക്ക് ഉറങ്ങിയാൽ വൈകുന്നേരം ഒരു 5:30 മണിയാകുമ്പോൾ കേട്ടോ ഞാൻ വിളിച്ചാൽ ഓൾക്ക് ട്യൂഷൻ ക്ലാസ്സും കഴിഞ്ഞിട്ട് പിന്നെ ഒരു മഗ്രിബിൻ്റെ സമയമാവും. പിന്നെ നിസ്കാരവും ഓതലെല്ലായിട്ട് അങ്ങനെ പോവും. റിവോൾവ് ചെയ്യും അല്ലെ, മൂവ് ചെയ്യും, ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ എർത്ത് മൂവ്. ഒബ്ജക്ട്സ് ദാറ്റ് മൂവ് അറൌണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് പാത്ത് കോൾഡ് ഓർബിറ്റ്. അപ്പൊ സണ്ണ് എത്ര പ്ലാനറ്റ്സ് ഉണ്ട് നമ്മളെ സോളാർ സിസ്റ്റത്തില്? 8 പ്ലാനറ്റ്സ് ഉണ്ട് അല്ലെ. സൺ ആൻഡ് 8 പ്ലാനറ്റ്സ്. പിന്നെ സണ്ണും ഉണ്ട്. സൺ ആൻഡ് 8 പ്ലാനറ്റ്സ് ആർ ദ പാർട്ട് ഓഫ് സോളാർ സിസ്റ്റം. ഇതെല്ലാം ഇങ്ങനെ ഒരു ഫ്ലോയിൽ പോകണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് മദ്രസ ഉണ്ടാവും, പിന്നെ സ്കൂളിലെ ഹോംവർക്ക്, അങ്ങനെ അതാ ഞാൻ പറഞ്ഞ ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പോയിക്കോളും. പിന്നെ ഇതിപ്പോൾ ഇന്നും ട്യൂഷൻ ക്ലാസ്സൊന്നും ഇല്ലേ. ഗൾഫിൽ താമസിക്കുന്നവർക്ക് മനസ്സിലാവും, നമ്മളടുത്തൊന്നും ഒരു ട്യൂഷൻ എടുത്തു കൊടുക്കുന്ന ആളോ നാട്ടിലുള്ള പോലെ അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാനൊന്നും പറ്റില്ല. ഓൺലൈൻ ട്യൂഷൻ തന്നെയേ നടക്കൂ. ഇത് ഭയങ്കര എഫക്റ്റീവ് തന്നെയാണ് കേട്ടോ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നത്. ഇതിപ്പോൾ ആൽബിഡോൻ്റെ ക്ലാസ്സാണ്. ഇപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലുള്ളവർക്ക് ഇപ്പം 10ാം ക്ലാസ്സിലോട്ട് എടുക്കാനായി. ഈ അക്കാദമിക് ഇയർ കഴിയുമ്പോൾ എക്സാമിൻ്റെ ടെൻഷനും ആകെ മൊത്തം നല്ല ടെൻഷനായിരിക്കും കുട്ടികൾക്കെല്ലാം. അതുകൊണ്ട് കുറച്ച് മുന്നേ തന്നെ ഇപ്പം കൺസ്റ്റൻ്റായിട്ട് അവർക്ക് ട്യൂഷൻ കൊടുക്കുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ക്ലാസ്സിൽ നിന്നൊന്നും അവർക്ക് മര്യാദയ്ക്ക് അറ്റൻഷൻ കിട്ടില്ല. ടീച്ചറിനോട് ഡൗട്ട് ചോദിച്ചാലും ചിലപ്പോൾ ക്ലിയർ ആയിന്ന് വരില്ല. ഓരോരോ ഡൗട്ട് അങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ അവർക്ക് ഒറ്റയ്ക്കൊരാളുണ്ടെങ്കിൽ അവർക്ക് ഡൗട്ട് ചോദിക്കാനും
എല്ലാം നല്ല ഫ്രീഡത്തോടെ ഒരു നല്ലൊരു കമ്പാനിയനായിട്ട് ഒരാളുണ്ടെങ്കിൽ അവർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചോളും, ടെൻഷനൊന്നും ഇല്ലാണ്ട്. പിന്നെ ഏത് കോഴ്സാണെങ്കിലും എങ്ങനെയും നിങ്ങൾക്ക് ക്ലാസ് കിട്ടും കേട്ടോ. എന്നോട് ഡൗട്ട് ചോദിക്കുന്ന ഇംഗ്ലീഷ് മാത്രമായിട്ട് കിട്ടുമോ മാത്സ് മാത്രമായിട്ട് കിട്ടുമോ എന്തായാലും എങ്ങനെയായാലും ഏത് സിലബസും അവർ ട്യൂഷൻ എടുത്തു തരും കേട്ടോ. ഇപ്പോൾ ലാംഗ്വേജ് ആയാലും സബ്ജക്റ്റ് ആയാലും എല്ലാം കൂടി ഒരുമിച്ച് വേണമെങ്കിലും എല്ലാം എടുത്തു തരും. അതൊരു ഡെമോ ക്ലാസ് ഉണ്ടാവും, ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മളെ കുട്ടികളെ മനസ്സിലാക്കി എങ്ങനത്തെ ക്ലാസ്സാണോ വേണ്ടതെന്നെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവർ ക്ലാസ് കൊടുക്കുക. പിന്നെ എക്സാം ഉണ്ടാവും. പിന്നെ കുട്ടികളെ പ്രോഗ്രസ് പറഞ്ഞു തരാനായിട്ടൊരു മെൻറ്റർ ഉണ്ടാവും. അവരെ ഫ്യൂച്ചർ നമ്മൾക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമല്ലേ. അപ്പോൾ അതൊന്ന് ടെൻഷനെല്ലാം കുറക്കാനെല്ലാം അടിപൊളി. ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷനിലല്ലേ. അപ്പോൾ കുട്ടികളെ നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആൽബിഡോനെ പറ്റി അറിയണമെങ്കിലേ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോൺ നമ്പറും വാട്സാപ്പ് ലിങ്കും എല്ലാം കൊടുത്തിന്. അവരെ ഫ്രീ ആയിട്ട് കണക്ട് ചെയ്തോട്ടെ. അവരെല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരും. ഫീസും കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ അവരെ കോൾ ചെയ്തിട്ട് ചോദിച്ചാൽ മതി. ഓരോ കോഴ്സിനും ഓരോ ഫീ ആണ് കേട്ടോ. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് പോലെയാണ്. ഒരു ടെൻഷനും ആക്കേണ്ട, അവരെ കോൾ ചെയ്തോ അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്കില്ലേ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിന്, 2 ടേബിൾ സ്പൂൺ റവ ഇട്ടിന്. ഒന്ന് കട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റവക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഒന്ന് കട്ടിയാക്കാം. നമുക്കിങ്ങനെ ഷേപ്പാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഷേപ്പാക്കിയിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് പൊരിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഇല്ലേ നമ്മൾ പാരൻസ് അധികം എന്തെങ്കിലും തിരക്കിൽ തന്നെ ആയിരിക്കുമല്ലോ. ഒന്ന് ഈ കിച്ചണിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയിലെല്ലായിരിക്കും. പക്ഷേ ഈ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കില്ലേ കുട്ടികൾ നമ്മളെടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവരോടിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക, അവരോട് കൂടുതൽ മിങ്കിൾ ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഇല്ലേ അവർക്ക് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള സന്തോഷം അവർക്കും ഉണ്ടാവും. അവരോട് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നെന്നുള്ള സന്തോഷം നമുക്കും ഉണ്ടാവും. വെറുതെ എന്തെങ്കിലുമെല്ലാം വർത്തമാനം പറഞ്ഞാൽ മതി, അവർ നല്ലോണം ഹാപ്പി ആയിക്കോളൂ കേട്ടോ. I cut my hair. Ma, doctor, I cut my hair. You gonna cut your hair? Doctor, curly hair. Fake hairs ആ? ഇനി റിയൽ ഹെയർസ് കട്ട് ചെയ്ത് പോലെ Okay. ശരിക്കും ഹെയർ കട്ട് ചെയ്ത് പോലെ Long hair cut ചെയ്തു. You like short hair? Yeah. Why don't you like long hair? Because? കണ്ണിലെ മുടിയാണ്. Oh, because കണ്ണില് മുടിയാവുന്നുണ്ടാ? ഉമ്മിന്റെ മുടി ഷോർട്ടാക്കി തരാം കേട്ടോ. ഷോർട്ട് ഹെയർ ആണ് ഉമ്മക്ക് ഇഷ്ടം. ഓ എനിക്ക് ഇഷ്ടം കെട്ടിയാ ഉമ്മ കട്ട് ചെയ്ത് തരണ, അല്ലെങ്കിൽ സലൂണിൽ പോകണം, ബ്യൂട്ടി പാർലറിൽ പോകണം. കൗലി ഹെയറാ? Curly hair. Makama, curly hair. Not curly, curly. I don't know to say the curly hair. Curly hair. That like Not like that. curly hair. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനെന്ത് പണിയെടുക്കുമ്പോഴായാലും അവരോടിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ആയില്ലേ അവരെ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കണ്ണിൽ നോക്കിയിട്ട് വർത്താനം പറയണം. എന്നാലേ നമ്മൾ ശരിക്കും അവർക്ക് അറ്റൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ എപ്പോഴായാലും എത്ര വലുതാകുമ്പം അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന് ഷെയർ ചെയ്യും. അവരെ ഫീലിങ്സ് എല്ലാം നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അവർ ചിലപ്പോൾ ഉണ്ടാവില്ല നമ്മളടുത്ത് കാര്യമായിട്ട് എന്തെങ്കിലും പറയാൻ വരും. നമ്മളെ കണ്ണിൽ അത് ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും, പക്ഷേ അവർ വലിയ കാര്യമായിട്ടാണ് പറയാൻ വരിക. അപ്പം നമ്മളതിന് അത്രയും പ്രയോറിറ്റി കൊടുക്കണം. അത് ചെറിയ കാര്യമെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയറ്, നമ്മൾ കാര്യത്തോടെ അത് കേൾക്കണം, എന്നിട്ട് മറുപടിയും കൊടുക്കണം കേട്ടോ. എത്ര തിരക്കാണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കണം. ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് ആൾക്കെങ്കിലും തോന്നും ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു തരേണ്ട അത്രയും കാര്യമാണോ, എല്ലാവരും ചെയ്യുന്നില്ല. പക്ഷെ ചെയ്യാത്തവരുണ്ട്. പണീൻ്റെ ഇടയ്ക്ക് കുട്ടികൾ വന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് റിപ്ലൈ കൊടുക്കാത്തവരുണ്ട്. അങ്ങനെ ഉണ്ടാവും. അത് നമ്മളും കുട്ടികളായിട്ടുള്ള കണക്ഷൻ കുറയ്ക്കട്ടെ ചെയ്യും. എപ്പോഴും അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് കാര്യമായാലും നമ്മളോട് ഷെയർ ചെയ്യും. അങ്ങനെ ഒരു ഷെയറിങ് ഉണ്ടെങ്കിൽ തന്നെ ഒരു 90% സംഭവങ്ങളും സ്മൂത്തായിട്ട് പോവും. ഷെയറിങ് ഇല്ലാത്തതാണ് പല പ്രശ്നങ്ങൾക്കെല്ലാം കാരണങ്ങളായിട്ട് മാറുക. അപ്പോൾ അത് ചെറുതിലേ ശീലിപ്പിക്കുന്നത് നല്ല തന്നെയാണ്. പിന്നെ അങ്ങനെ ഇന്നുൻ്റെ ട്യൂഷനെല്ലാം കഴിഞ്ഞ് സ്നാക്കും ചായയെല്ലാം കുടിക്കും. ഇതോൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എന്തുപോലുള്ള
പിന്നെ ഇതാ മഗ്‌രിബിൻ്റെ സമയത്താണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. കുറച്ച് മുന്നേ എണീക്കൂട്ടെ ഇന്നു. എന്നിട്ട് ഉറക്കെല്ലാം ഒന്ന് തെളിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നിസ്കരിക്കും. ഇന്നു കഴിഞ്ഞ വർഷം നിസ്കാരം പഠിച്ചിന് 2ാം ക്ലാസ്സിൽ നിന്ന് മദ്രസയിൽ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സമയം കേട്ടോ. അവൾ നിസ്കാരം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തരാം. എല്ലാ ദുആവും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് പഠിച്ചു തരാം. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ അവൾക്ക് 8 വയസ്സാണ്. 10 വയസ്സ് കഴിഞ്ഞാൽ 10 വയസ്സാകുമ്പോൾ നിസ്കാരം നിർബന്ധമായിട്ടുള്ളൂ. മുസ്ലിംസിന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ. പക്ഷേങ്കിൽ ഈ സമയത്തെ ഒരു 7 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം എന്നാണ്. അത് നിർബന്ധിച്ചിട്ടൊന്നുമല്ല, അവരെ ഒരു നേരമെങ്കിലും, ഞാനിപ്പോൾ ഇന്നൂന് അങ്ങനെ ചെയ്യില്ലേ, ഏതെങ്കിലും ഒരു വക്ത നിസ്കാരം, ഒരു നേരത്തെ നിസ്കാരം അൻ്റൊക്കെ അല്ലെങ്കിൽ ഒളറ്റക്കായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറയും. ഇപ്പോഴേ ഒരു നേരം എല്ലായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരു 10 വയസ്സെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഓൾ 5 വക്ത നിസ്കാരവും കറക്റ്റായിട്ട് നിസ്കരിക്കുന്നതെന്നൊരു വിശ്വാസം. അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാം ചെറുത്തിലെല്ലാം. ഇപ്പോൾ ഓൾക്ക് നിസ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാഷാ അല്ലാഹ്, ലൈഫ് ലോങ് അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഷൂട്ട് ചെയ്തതാണ്. എല്ലാ വ്ളോഗിലോ അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കലൊന്നുമില്ല. ഇത് ഭയങ്കര പ്രൈവറ്റായിട്ട് നമ്മൾ ചെയ്യുന്നൊരു സംഭവ പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷെങ്കിലില്ലേ, എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ മതവിശ്വാസവും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. അന്ധവിശ്വാസം പറഞ്ഞു കൊടുക്കാണ്ടിരുന്നാൽ മതി. പിന്നെ എല്ലാ മതവും, ഏത് മതമായാലും ഒരു മതവും ആരെയും മോശം പഠിപ്പിക്കുന്നില്ലല്ലോ. മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിലും ഉണ്ടാവും. പിന്നെ ഇത് മതം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളെ മേലെ കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ട്. എന്ത് ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യാൻ കാണാൻ ഒരാളുണ്ട് എന്നുള്ള പേടി ഉണ്ടാവും. അത് തന്നെയാണ് എല്ലാ മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മദ്രസൻ്റെ ടൈമാണ്. മദ്രസ ഒരു 7:30 മണിക്ക് തുടങ്ങും. അപ്പം മദ്രസയിൽ ജോയിൻ ചെയ്താൽ മാം ചോദിക്കും നിസ്കരിച്ചോ ഓതിയോ എന്നെല്ലാം ചോദിക്കും. അപ്പോൾ ഈ ഖുറാന് നല്ല ഫ്ലുവൻ്റായിട്ട് ഈ ചെറുത്തിലെല്ലാം നല്ലോണം ഫ്ലുവൻ്റ് ആണെങ്കിൽ ഡെയിലി ഓതണ്ടേ. അതുകൊണ്ട് മാം ഇങ്ങനെ ഡെയിലി ഓതാനെല്ലാം വേണ്ടിയിട്ട് പറയുക. അതുകൊണ്ട് മാം അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഓൾ എല്ലാ ദിവസവും, ചില ദിവസം മിസ്സാവട്ടാ, കുറച്ച് സമയം ഓതലുണ്ട്. പിന്നെ ഇനിയിപ്പോൾ മദ്രസ കഴിഞ്ഞിട്ട് വേണം സ്കൂളിൽ ഹോംവർക്ക് ചെയ്യാൻ. രാത്രി ആകുമ്പോൾ എല്ലാം ഒന്നിനും സമയം കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കുട്ടികളാണെങ്കിലും ഇല്ല, വേറൊന്നും ചെയ്യൊന്നും ചെയ്യില്ല. ചിലപ്പോൾ എന്നെ ഹെൽപ്പെല്ലാം ചെയ്യും കേട്ടോ. സ്കൂളില്ലാത്ത ദിവസം നമ്മൾ തുണി ആറിയിടെല്ലാം ചെയ്യില്ലേ, അലക്കിയ തുണി എടുത്ത് അയലിൽ ആറിയിടൂലേ, അതെല്ലാം ചെയ്തു തരിക. എല്ലാത്ത സമയമൊക്കെ ഒന്നിനും സമയം കിട്ടലില്ല. പിന്നെ ആലുവിനെല്ലാം ഭയങ്കര കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. പണ്ടെല്ലാം ഒക്കെ കളിക്കലുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലാസ് കൂടുന്നതിന് പഠിക്കാനുള്ളതെല്ലാം കൂടുമല്ലോ. അതുകൊണ്ട് രാത്രിയൊന്നും കളിക്കാൻ സമയം കിട്ടുന്നില്ല, ഇന്നും എൻ്റെ ഒക്കെ കളിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഓളിങ്ങനെ എപ്പോഴും ഇന്നുവിനോട് കംപ്ലൈൻറ്റ് പറയും. ഇന്നൂന് ഈ എക്സാമിൻ്റെ സമയമെല്ലാകുമ്പോൾ ഇല്ലേ, രാത്രിയെല്ലാം ഒരിക്കലും ആലുവിൻ്റെ ഒക്കെ കളിക്കാൻ ഒന്നിനും സമയം കിട്ടലില്ല. അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ വീക്കെൻഡിലെല്ലാം കളിക്കൂട്ടാ, നല്ലോണം കളിക്കും. നമ്മൾ ഈ ഉമ്മയും ഉപ്പയെല്ലാമായിട്ട് വീട് കളിയെല്ലാം കളിക്കൂലേ, നമ്മൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി അങ്ങനത്തെ കളിയെല്ലാം കളിക്കൂട്ടാ. ഇവർ ഞങ്ങൾ 4 വയസ്സിൻ്റെ ഗ്യാപ്പാണ്. പക്ഷേങ്കിൽ 2 മെയിൻ്റെ കുട്ടികൾ തന്നെയാണ്. ഇന്നൂന് 8 വയസ്സായെങ്കിലും അവരിപ്പോൾ കുട്ടികളെ മൈൻഡിനെല്ലാം ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കളിയെല്ലാം ശരിക്കും നല്ലോണം എൻജോയ് ചെയ്ത് കളിക്കിട്ടോളൂ ആലുവിൻ്റെ അപ്പുറം. പക്ഷേങ്കിൽ ഇങ്ങനെ രാത്രിക്ക് അല്ലാത്ത ദിവസത്തിൽ സമയം കിട്ടലില്ല. അതുകൊണ്ട് ആലു എന്താ ചെയ്യലെന്നറിയും. ഇപ്പോൾ ഇന്നുൻ്റെ എക്സാമിൻ്റെ സമയമെല്ലാവുമ്പോൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നും ഓളൊക്കെ കളിക്കുന്നില്ലെങ്കിൽ അപ്പോൾ വാപ്പച്ചൻ്റെ ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ആലു പോവും. ആലുവിന് ഹോംവർക്കെല്ലാം കുറച്ചെല്ലാം ഉണ്ടാവും, അതെല്ലാം ചെയ്തിട്ട് ഓള് പോവും. ഇതിപ്പോൾ പോകാനുള്ള റെഡി ആവലാട്ടെ ഈ കാണുന്ന. ഞാൻ ഇപ്പോൾ ഇന്ന് ആലുവിൻ്റെ വിശേഷങ്ങളൊന്നും ഈ വീഡിയോയിൽ ഷെയർ ആക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഗോള് റെഡി ആവുന്നത് എങ്ങനെ ഷെയർ ചെയ്യുന്നതാണ്. ഒരു ചെരുപ്പിട്ട് വേറൊരു ചെരുപ്പ് ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്നിടാൻ വേണ്ടി ഒരു ചെരുപ്പ് കൈമലെല്ലാം പിടിച്ചിട്ടാണ് പോവുക. ഇവർക്ക് ഇത് എവിടെയോ പോകുന്ന പോലെയാണ്, ഭയങ്കര ഒരുക്കല്ലായിരിക്കും. ഡ്രസ്സൊന്നും ഞാൻ ചേഞ്ച് ആക്കില്ല കേട്ടോ. അങ്ങനെ നോക്കി അതിനേ സമയം ഉണ്ടാവും. ഇക്കത്തായാൽ കാത്തിക്കൂട്ടാ, ഞാനിങ്ങനെ വിളിക്കും മോള് വരുന്നുണ്ടെന്ന്. നമ്മൾ ഇക്കാൻ്റെ ഷോപ്പിൻ്റെ സൈഡിൽ തന്നെയാണ് റൂം. ഇനിയിപ്പോൾ ഷോപ്പെല്ലാം അടച്ച് വരുന്നവരെ അവിടെ നിന്ന് എന്തെങ്കിലും എഴുതലും കളിക്കലായിട്ട്, കുരുത്തക്കേടൊന്നും കളിക്കൂലല്ലോ, അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടിരുന്നോളും, കുറച്ച് സമയം കളിക്കും, അങ്ങനെയെല്ലാം ചെയ്യും. ഇനിയിപ്പോൾ ഇന്ന് പഠിക്കാനിരിക്കും, ഞാൻ ഫുഡാക്കാൻ കിച്ചണിൽ പോവും. കിച്ചണിൽ നേരെ അപ്പുറത്ത് തന്നെ ആയതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും കേട്ടോ. പിന്നെ ഈ പഠിക്കാനിരിക്കുമ്പോൾ ഇല്ലേ മുടി കെട്ടി വെക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും. അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങിയിരുന്ന് എഴുതുമ്പോൾ എല്ലാം ഉണ്ടാവും ഫുള്ള് നോട്ട്ബുക്കിൽ മുടിയെല്ലാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മൾ രണ്ടാളും അടിയാവുന്ന കാര്യമായി. ഇത് ലോക്കലായുണ്ട്. നല്ല രസമുണ്ട്. എല്ലാത്തിനും
റൈറ്റിംഗും സമ്മല്ല 5 ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത് 7 meters. 7 meter അതെങ്ങനെയാ? എങ്ങനെ ഇതെല്ലാം എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതേപോലെ തന്നെ സെയിം റൂട്ട് സെയിം. പക്ഷെ ഇതിന് രണ്ടെണ്ണം വേണ്ടേ? ഇത് 2 നമ്പേഴ്സ് ഉണ്ടല്ലോ. ഇത് മീറ്ററും സെന്റിമീറ്ററും. ഞാൻ ഒരു ഇന്നൂന KG LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് വരെ ഇരുത്തി പഠിപ്പിക്കലുണ്ടേനു. കാര്യം ഓൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല. എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. ചില കുട്ടികൾ ഒറ്റയ്ക്ക് പഠിക്കും, ഇവർക്ക് അങ്ങനെ പറ്റൂലേനു. ഞാൻ എന്നെ ഇരുത്തി പഠിപ്പിക്കേണ്ടി വരലുണ്ടേനു. പക്ഷേങ്കിൽ അവളൊരു 3ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് ഈ വർഷമാണ് അവൾ ഒറ്റയ്ക്ക് പഠിക്കാൻ അവൾക്ക് പറ്റാനായ. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ അന്നന്ന് എടുത്തത് പഠിച്ചോ ഇല്ലയോ എന്നൊന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം അവൾ ഒറ്റയ്ക്ക് ചെയ്തോളും. അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യുമ്പോൾ എല്ലാം ഞാൻ ഒക്കെ തന്നെ ഇരിക്കലുണ്ടേനു കുറച്ച് മുന്നേ വരെ. പക്ഷേങ്കിൽ ചെറുതിലങ്ങനെ ഞാൻ ഒന്ന് സെറ്റാക്കിയോണ്ട്, ബേസ് സെറ്റാക്കിയോണ്ട് ഇപ്പോൾ ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കലുണ്ടേനു പഠിച്ചവനെ ആലുവിനെയും കൂടി സ്കൂളിൽ ചേർത്ത് ഞങ്ങൾക്ക് ഇടുന്ന സമയം ഉണ്ടാവുക രാത്രിക്ക്. പക്ഷേ ആലുവിനെ ചേർക്കുമ്പോഴത്തേക്ക് ഇവളെ സെറ്റായി. ഇവർ രണ്ടാളും 4 വയസ്സിൻ്റെ ഡിഫറൻസ് ആണ് കേട്ടോ. പിന്നെ ഇല്ലേ വേറൊരു കാര്യം എനിക്ക് എന്താ പറയാനുള്ളതെന്നറിയാം. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോൻ്റെ താഴെ അങ്ങനത്തെ കമൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഒരു കമൻറ്റ് വന്നേ. നിങ്ങൾ ആലുവിനെ അന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ഇന്നൊരു പാവല്ലേ, ആലുവിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താണെന്ന് നമുക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ചിലപ്പോൾ അന്നത്തെ വീഡിയോയിൽ കൂടുതൽ സമയം ആലുവിനെ ഞാൻ കാണിച്ചിട്ടുണ്ടാവുക, അങ്ങനെ എങ്ങനെയായിരിക്കും. അത് കണ്ടിട്ട് അങ്ങനെ ഒരു ടെൻഷനായി പോയിട്ടാണ്. കാര്യമില്ലേ, ഇന്നൊരു 4 വയസ്സാകുമ്പോൾ ഞാൻ ആലുവിനെ പ്രസവിക്കുന്നത്. ആ സമയത്ത് എല്ലാ പാരൻസിനും അങ്ങനെയായിരിക്കും. രണ്ടാമതൊരു കുട്ടി വരുമ്പോൾ ആദ്യത്തെ ആൾക്ക് അറ്റൻഷൻ കുറഞ്ഞു പോകുമെന്നുള്ള ടെൻഷൻ നമുക്കുണ്ടാവും. മാത്രമല്ല മൂത്ത കുട്ടിക്കും ആ ഒരു വിഷമം ഉണ്ടാവും. കാര്യം അത്രയും കാലം അവരാ നമ്മളെ ചെറിയ കുട്ടി. വേറൊരു ചെറിയ കുട്ടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൂത്ത ആൾ ഭയങ്കരമായിട്ട് വലുതായ പോലെ തോന്നും. ശരിക്കും പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് വലുതാവുന്നില്ല, നമുക്ക് തോന്നുന്ന ഒരു കുഞ്ഞാളെ കാണുമ്പോൾ. അപ്പോൾ ഇല്ലേ, നമ്മൾ ഈ ചെറിയ ആൾക്ക് കൊടുക്കുന്ന അതേ കെയർ വലിയ ആൾക്ക് കൊടുത്തിട്ടില്ലെങ്കിലില്ലേ വലിയ പ്രശ്നമാവും. എനിക്ക് അറിയണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ആ ശ്രദ്ധ കൊടുക്കലുമുണ്ട്. കാര്യം നമ്മൾ രണ്ടാമത്തെ ആളെ നല്ലോണം കെയർ ചെയ്യുമ്പോൾ ഇല്ലേ, മൂത്ത ആൾക്ക് അത് നമ്മളോടും ഒരു ദേഷ്യം തോന്നും, ആ കുട്ടിനോടും ഒരു ദേഷ്യം തോന്നും. അതുകൊണ്ട് ഒരിക്കലും അതിനുള്ള ചാൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാര്യം ആലുവിനെ കെയർ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇന്നുവിനെയും കെയർ ചെയ്യുന്നുണ്ട്. എന്തിലായാലും എന്ത് സാധനം വാങ്ങുമ്പോഴായാലും ഇവർ 4 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ആലുവിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോൾ ചെറിയ ടോയ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഇന്നൂനും വാങ്ങിക്കൊടുക്കലുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇവർ രണ്ടാളും അടിയെല്ലാം ആവട്ടാ. അങ്ങനെ അടിയാവുമ്പോൾ ഞാൻ ആലുവിൻ്റെ സൈഡിൽ നിന്നാൽ ഇന്നു പറയും, ആലു കരയുന്ന കാണുമ്പോൾ അമ്മയ്ക്കും മിസ്റ്റേക്ക് പറ്റില്ലേ. ആലു എന്തിനെങ്കിലും കരയുമ്പോൾ ഞാൻ പറയും ഇന്നും അങ്ങ് വിട്ടുകൊടുത്തേന്ന് പറയും. പക്ഷേങ്കിൽ അന്നേരം ഇന്നു പറയും എന്നാൽ പിന്നെ ഞാനും ഉമ്മാൻ്റെ മോളല്ലേന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമുക്ക് ടെൻഷനാവട്ടാ. അപ്പോൾ ഇല്ലേ, നമ്മൾ ചെറിയ ആൾക്ക് വേണ്ടി വലിയ ആളോട് വിട്ടുകൊടുക്കാൻ പറയേണ്ട വരും ചില സമയത്ത്. പക്ഷേങ്കിൽ ആ സമയത്തും അതെപ്പോഴും പറയുന്നത് നല്ലതല്ല. ചെറിയ ആളോടും പറയണം അങ്ങ് തിരിച്ച് കൊടുത്തേക്ക് എന്ന് പറയണം. അല്ലാണ്ട് എപ്പോഴും നമ്മൾ അവരെ ഭാഗത്ത് തന്നെ നിന്നാൽ വലിയ ആൾക്ക് സങ്കടമാവില്ലേ. അപ്പോൾ അത് നമുക്ക് മാക്സിമം പറ്റുന്ന പോലെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. കാര്യം അത് ഭയങ്കര വിഷയം തന്നെയാണ് ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ. അവരെ മനസ്സ് പെട്ടെന്ന് വേദനിക്കും. അങ്ങനെയല്ല. അപ്പം അത്രയെല്ലാം തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒക്കെ കമൻറ്റ് കണ്ടുകൊണ്ട് ഈ വീഡിയോയിൽ തന്നെ അത് പറയണമെന്ന് തോന്നി. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ ഇനി പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ. ആലു പോയിട്ട് ഗമ്മെടുത്തോ. അയിമൽ ഒട്ടിക്കാൻ പാടില്ല. പക്ഷെങ്കിലേ തുപ്പല് പറ്റി ഒട്ടിക്കുന്നില്ല. ഞാനേ ഗമ്മെടുക്കറെന്ന് പറയുന്നുണ്ട്. തുപ്പല് ഗമ്മാലു. ഞാൻ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇവളെന്ത് ചെയ്യുന്നുണ്ട്.